അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 20 പ്രതിപക്ഷ പാർട്ടികൾ എന്തിനു വേണ്ടിയാണ് ഇത്ര വിശദമായ വിശാലാർത്ഥത്തിൽ സർക്കാർ വിഭാവനം ചെയ്യുന്ന BJP വിഭാവനം ചെയ്യുന്ന ഈ സർവജന സമ്മതി ആകുന്ന തരത്തിൽ ഇങ്ങനെ ഒരു പാർലമെന്റിന്, രാജ്യത്തിന് ഒരു പാർലമെന്റ് സമർപ്പിക്കുമ്പോൾ, പുതിയൊരു പാർലമെന്റ് സമർപ്പിക്കുമ്പോൾ വിട്ടുനിന്നത്, ബഹിഷ്കരിച്ചത്, ആ ബഹിഷ്കരണം ഫലവത്തായി എന്ന് ഇന്ന് ഈ വൈകുന്നേരം ഇരുന്ന് ചിന്തിക്കുമ്പോൾ കോൺഗ്രസിന് തോന്നുന്നു ഞാനൊരു വലിയ സംഭവം അല്ലേ? രാഷ്ട്രപതി, അതായത് ആർട്ടിക്കിൾ 79 ഇന്ത്യയുടെ ഭരണഘടന, വേദങ്ങളും ഉപനിഷത്തുകളും ഒന്നുമല്ലല്ലോ ഈ നമ്മുടെ പാർലമെന്റിനകത്ത് മുഴങ്ങേണ്ടുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയും 2 ഹൗസസുമാണ് എന്ന് പറയുന്ന തരത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് പൂർണ്ണമാകുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്ന ആ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ ബഹിഷ്കരിച്ചിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപതി കൂടിയാണ്. പാർലമെന്റ് BJPക്കാർ ഇത്രയേറെ ആഘോഷമാക്കുന്ന, നരേന്ദ്രമോദി ഇത്രയേറെ അറുമാദിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തെ പറ്റിയിട്ട് ഒരു വരി പോലും കുറിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അഭിമാനബോധം തോന്നുന്ന, ഇവിടെ BJPയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ശ്രീ സന്ദീപ് വചസ്പതിക്ക് അഭിമാനത്തിന്റെ പുളകിതനായി മാറുന്ന ഈ ചടങ്ങിനെ പറ്റി ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഒരു വാക്ക് പോലും കുറിക്കുവാൻ തോന്നാത്ത കാരണം എന്തായിരിക്കാം? ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഇതിന്റെ കൃത്യമായി രാഷ്ട്രീയമായ കാരണം എന്താ? രാഷ്ട്രീയമായ കാരണം ഇവർ ഭരണഘടനാ വിരുദ്ധമായി ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പൂർത്തിയാകുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി കൂടി ഉൾക്കൊള്ളുന്നതാണെന്ന് പറയുമ്പോൾ, ഈ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഒഴിവാക്കിയത്? ഇന്നത്തെ നിമിഷം വരെ ഇവർക്ക് ലോജിക്കലായതിനൊരു മറുപടി പറയാനായിട്ടുണ്ടോ? ഞാനും താങ്കളും സന്ദീപ് വചസ്പതിയും കാണുന്നത് പോലെ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ രാഷ്ട്രപതി കാണുന്നത് ടെലിവിഷൻ ചാനലുകളിലൂടെയാണോ? അല്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒഴിവാക്കിയതിന് ഇവർക്ക് കൺവിൻസിംഗ് ആയ ഒരു റീസൺ പറയാത്തിടത്തോളം കാലം RSSന്റെ പ്രത്യയശാസ്ത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ RSS ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഗോൾവൽക്കറിന്റെ അടക്കമുള്ള വിചാര തിരുശേഷിപ്പുകൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന 3 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഒഴിവാക്കിയിരിക്കുന്നത്. ആണോ? ഭയങ്കര. ഒന്ന്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു അധികാരമേറ്റപ്പോൾ ഇവർ പറഞ്ഞത് ഈ രാജ്യത്തെ ദളിതരുടെ പ്രതിനിധിയായിട്ട് വരുന്നു. അതെന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള ദളിത് വിരുദ്ധത, ആ ദളിത് വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള മറപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ ഇന്ത്യയുടെ പ്രഥമ വനിതയായി ഞങ്ങൾ അവരോധിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഒന്നാമത്തെ കാരണം, ഇവർ ഒഴിവാക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അവർ ദളിതരെയാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. രണ്ടാമത്തെ കാരണം അവർ വനിതയാണ്. കാരണം ഈ മനുസ്മൃതിയൊക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണല്ലോ RSS മുന്നോട്ട് പോകുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലല്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം തന്നെയാണ് RSSന്റേത്. അതുകൊണ്ട് രണ്ടാമത്തെ കാരണം സ്ത്രീയാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. മൂന്നാമത്തെ കാരണം, കഴിഞ്ഞ ദിവസം കാരശ്ശേരി മാഷിന്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് കേട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അധികം ചർച്ചയാകാത്ത കാരണം, ഇവർ ഒരു വിധവയാണ്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. ഈ RSSകാർ എല്ലാ കാലഘട്ടത്തിലും ഈ ഹിന്ദു മതം ഒരു കാലഘട്ടത്തിൽ ഉപേക്ഷിച്ച അനാചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് RSS. അവിടേക്ക് തിരികെ കൊണ്ടുപോകണമെന്നാണ് ഇവർ വിചാരധാരയിലൂടെയും മനുസ്മൃതിയിലൂടെയൊക്കെ ഇവർ നിരന്തരമായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി അവരോധിതയാകുന്ന സമയത്ത് RSSന്റെ പിൽക്കാലത്ത് സർസംഘചാലകായി മാറിയിരുന്ന മധുകർ ദത്താത്രേയ എന്ന് പറയുന്ന വ്യക്തി അതിനിശ്ചിതമായി ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചത് കോൺഗ്രസിന്റെ നേതാവായിട്ട് ഇന്ദിരാഗാന്ധി വന്നതുകൊണ്ടല്ല, ഒരു വിധവയെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചത് ഉത്തരവാദിത്തപ്പെട്ട പിന്നീട് RSSന്റെ സർസംഘചാലകായ മധുകർ ദത്താത്രേയാണെന്ന് പറയുമ്പോൾ ഒരു വിധവ ഇത്തരത്തിലുള്ള ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ പാടില്ല എന്ന RSSന്റെ പ്രത്യയശാസ്ത്രം കൊണ്ടുകൂടിയാണ് അവർ ഒഴിവാക്കപ്പെടുന്നത്. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. സർവമത പ്രാർത്ഥനയൊന്നും മാറ്റിവെച്ച് കഴിഞ്ഞാൽ മതാചാര പ്രകാരമായിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ 145 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന വ്യക്തി ഒരു മതത്തിന്റെ മാത്രം സിംബിൾസും പിടിച്ചുകൊണ്ടുവരികയാണ്. വിവരമുണ്ടോ തനിക്ക്? സത്യമായിട്ടുമില്ല. എന്താണ് ബുദ്ധി ഈ തലവെളി കാണിച്ച് അടക്കല്ലേ മണ്ടാരെ? മത പ്രാർത്ഥന നടക്കുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഗാന്ധി തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ശീലമുണ്ടല്ലോ, ഈശ്വർ അല്ലാ തേരേ നാം എന്നാണ് ഗാന്ധി പറഞ്ഞു നിർത്തിയിരിക്കുന്നത്.
എല്ലാ ഈശ്വരനും പല പേരുകൾ അറിയപ്പെടുന്നെങ്കിലും എല്ലാവരും ഒന്നുപോലെയാണ് എന്ന് പറയുന്ന അതേ തത്വം തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സന്തോഷകരമായ കാര്യം. പക്ഷേ ഈ പാർലമെന്റിൽ സിംഹഭൂരിപക്ഷ സമയത്തും അപഹരിച്ചിട്ടുള്ള ആചാരങ്ങളിൽ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഈ രാമാനന്ദ സാഗറിന്റെ ഏതോ ഒരു പുരാണ സീരിയലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പെട്ടെന്ന് ഈ ചടങ്ങുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം പറ്റിയേ? അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ഈ രാജ്യത്ത് സാമാന്യ ബുദ്ധിയുള്ള സംഘപരിവാറുകാരല്ലാത്ത മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇതിപ്പോ രാത്രിയാണ് എന്ന് ഞാനും റാഷിദും തർക്കം നടത്തി വലിയ തർക്കത്തിലും വിതർക്കത്തിലൂടെയും സ്ഥാപിച്ചെടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഞാൻ വിട്ടു. ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. സന്ദീപ് വാചസ്പതി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ നൽകുന്ന സന്ദേശം ഈ 10 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ ഭരണകാലയളവിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും BJP-യുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉണ്ടാകാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഭരിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ സന്ദേശം. രാജ്യവാഴ്ചയുടെ ഹാങ് ഓവറിന്റെ പ്രതീകമായി അങ്ങനെ കൊണ്ടുവെക്കുന്നു ചെങ്കോൽ. അതിന്റെ ഭാഗമാണ്, അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ് വിമർശനങ്ങൾ. ഒപ്പം ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ ഏത് പരിസരത്തിൽ നിന്നാണ് ഇന്നത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നത് എന്നും ഇവിടെ നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിശദീകരിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്. മറുപടി എടാ ജോയി, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ടു ബുദ്ധി? നിങ്ങൾ 3 ആൾക്കാരാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. 3 ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം എനിക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊരു തർക്ക വിതർക്കങ്ങളിലേക്ക് പോകാൻ, ഒരു പേഴ്സണൽ അബ്യൂസിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ആണ് പറയുന്നത്. പ്രിയപ്പെട്ട രാഹുലും അതിനെ പിന്നീട് ചൂടുപിടിച്ച് ലാലും പറയുന്ന കാര്യം, ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. ഇവരിൽ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം പറയുക, തൊണ്ട തൊടാതെ മറ്റേയാളത് വാരി വിഴുങ്ങുക. ഇപ്പൊ കോൺഗ്രസ്സുകാരൻ ഛർദ്ദിച്ചത് CPM-കാരൻ വിഴുങ്ങി. കുറെ കാലം CPM-കാരൻ ഛർദ്ദിക്കുന്നത് കോൺഗ്രസ്സുകാരൻ വിഴുങ്ങുകയായിരുന്നു. ഇവർ രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അതും ശരിയാണല്ലോ. രാഷ്ട്രപതി എന്തെങ്കിലും പറഞ്ഞോ? അതാണല്ലോ നിങ്ങളുടെ ഇത്രയും നേരം 10-20 മിനിറ്റായി നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന നറേറ്റീവിന്റെ എന്താണ് ഫസ്റ്റ് സ്റ്റോൺ, അല്ലെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് രാഷ്ട്രപതി എന്തെങ്കിലും മിണ്ടിയോ എന്നുള്ളതാണല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, രണ്ടുപേരും ഇന്ന് ചടങ്ങ് കണ്ടില്ല എന്ന് ഖേദത്തോടെ പറയട്ടെ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെയും സന്ദേശം ആ ചടങ്ങിൽ വായിച്ചിരുന്നു എന്ന് ബാലപാഠം ഒന്ന് പഠിച്ചിട്ട് വേണമായിരുന്നു ഈ ചർച്ചയ്ക്ക് വരാൻ. അവർ ഫേസ്ബുക്കിൽ എഴുതിയോ എന്നാണ് ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചത്. അവർ ഫേസ്ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദേശം അവിടെ വായിച്ചിരുന്നു. അപ്പം അവർ ഡിലേറ്റഡ് ആയോ, അവരത് അക്സെപ്റ്റ് ചെയ്തോ, അവർക്കതിൽ സന്തോഷമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി മനസ്സിലാക്കുക. അപ്പൊ രാഷ്ട്രപതി പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് വെറുതെ അടിസ്ഥാനമില്ലാതെ ഉണ്ടയില്ല വെടി ഒരാൾ വെക്കുക, മറ്റേ ആളത് തൊണ്ട തൊടാതെ വാരി വിഴുങ്ങുക. അത് കുറെ കാലമായി നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നതാണ്. രണ്ടുപേരും കൂടെ അത് തുടർന്നുകൊള്ളൂ, ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് ഇനി മറുപടി പറയണം. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ദളിതായതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട്, വിധവയായതുകൊണ്ട്. ശ്രീ രാഹുൽ, താങ്കൾക്ക് ഉളുപ്പില്ലേ? താങ്കളൊരു ചെറുപ്പക്കാരനല്ലേ? ഇങ്ങനെയാണോ ഇന്ത്യൻ രാഷ്ട്രീയം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ദളിതായ ഒരാളെ മാറ്റി നിർത്തണമെന്ന് BJP-കാരൻ ശഠിച്ചു എന്നൊക്കെയാണല്ലോ താങ്കൾ പറഞ്ഞത്. ഞാനിവിടെ ലാലു പറഞ്ഞതുകൊണ്ട് ആ ചോദ്യം പറഞ്ഞില്ല. ഈ ആദിവാസി സ്ത്രീയെ രാഷ്ട്രപതി ആക്കാനുള്ള പരിശ്രമം നടത്തിയതും അതിന് വോട്ടഭ്യർത്ഥിച്ച് രാജ്യം മുഴുവൻ നടന്നതും ഭാരതീയ ജനതാ പാർട്ടിയാണ്. താങ്കൾ മറന്നുപോയോ? താങ്കൾക്ക് ഇത്ര ആദിവാസി പ്രേമമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കൺസെൻസസിലൂടെ രാഷ്ട്രപതിയെ നിർത്താതിരുന്നത്? എന്തിനാണ് ആദിവാസിയായ ഒരു വനിതയ്ക്കെതിരെ വടക്കേ ഇന്ത്യക്കാരനായ ഒരു ബ്രാഹ്മണനെ മത്സരിപ്പിച്ചത്? നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കീഴ്വഴക്കം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ദളിത് രാഷ്ട്രപതിയായി KR നാരായണനെ മൂട്ട് ചെയ്തപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ നിരുപാധിക പിന്തുണ നൽകി മാതൃക സൃഷ്ടിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രീസിഡൻസ് പറയാനുണ്ടോ? നിങ്ങൾ എന്നും നിങ്ങളുടെ നാറിയ നാണം കെട്ട രാഷ്ട്രീയം കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഞങ്ങളെ ഭരണഘടനയെയും ജനാധിപത്യത്തെ പറ്റി ഉത്ബോധിപ്പിക്കുക. ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അടിയന്തരാവസ്ഥയൊന്നും ആരും മറന്നുപോയിട്ടില്ല. ശ്രീ രാഹുൽ, ഭരണഘടന എടുത്ത് പരണത്ത് വെച്ചിട്ട് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ഒരു കാരാഗ്രഹം ഇന്ത്യ മുഴുവൻ തീർത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പീഡിപ്പിച്ച് 10,000-കണക്കിന് ആൾക്കാരെ കൊന്നവരല്ലേ നിങ്ങൾ ഞങ്ങളെ ഭരണഘടന പഠിപ്പിക്കുക? അപ്പൊ കോൺഗ്രസ്സുകാരന് ഭരണഘടനയെന്നോ ജനാധിപത്യമെന്നോ എന്ന് പറയാനുള്ള ഒരു അവകാശമൊന്നുമില്ല. നിങ്ങൾക്കത് ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ദിരയുടെ കാലത്തിന് ശേഷം അത് അവസാനിച്ചു എന്ന് പ്രിയപ്പെട്ട രാഹുൽ മനസ്സിലാക്കണം. ഗാന്ധി വിധവയായതുകൊണ്ട് അവരെ
എവിടെയോ കയറ്റരുതെന്ന് RSSന്റെ സർസംഘചാലകം മധുക്കർ ദത്താത്രേയ, അങ്ങനെ ഒരാളെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ ശ്രീ രാഹുൽ. RSSന് എവിടെയാണ് ഇനിയും AICC ആസ്ഥാനത്തുനിന്ന് RSSന് സർസംഘചാലകനെ സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. RSSന് മധുക്കർ ദത്താത്രേയ എന്ന് പറയുന്ന ഒരു സർസംഘചാലക ഇല്ല എന്ന് ശ്രീ രാഹുൽ മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും എഴുതി തന്നത് ഇവിടെ വന്നിരുന്ന് വായിക്കരുത്, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടൂടെ വരണം. RSSന് മധുക്കർ ദത്താത്രേയ എന്ന് പറയുന്ന ഒരു സർസംഘചാലകം ഉണ്ടായിട്ടില്ല. RSSന് ബാലാസാഹിബ് ദേവറസ് എന്ന് പറയുന്ന സർസംഘചാലകം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം താങ്കൾ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. അയിത്തം പാപമല്ലെങ്കിൽ ലോകത്തിൽ ഒന്നും പാപമല്ല എന്ന് പ്രഖ്യാപിച്ച RSSന്റെ സർസംഘചാലകാണ് ബാലാസാഹിബ് ദേവറസ് എന്ന് താങ്കൾ അറിയുക. ഞങ്ങൾ ഞങ്ങൾ മനുസ്മൃതിയെ കൂട്ടുപിടിച്ച സംഘടനയാണെന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒന്നിടപെട്ടോട്ടെ. ഇല്ല, നിങ്ങൾ പറഞ്ഞ വിവരക്കേടുകൾ മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? ഈ 15 മിനിറ്റ് വിവരക്കേട് ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ? ഇതുവരെ കിട്ടിയത് മതിയായി. അല്ലല്ല, ആ പേര് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ ബാലാസാഹേബ് ദിയോറസിന്റെ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേരെന്താ കേൾക്കട്ടെ? റാഷിദ് തിരുത്തിയാ മതി. അത് അദ്ദേഹത്തിന്റെ സഹോദരനാണ്. താങ്കൾ തന്നെ പറയൂ. എന്തെങ്കിലും വന്നിരുന്ന് വിളിച്ചു പറയല്ലേ? പറഞ്ഞാൽ മതി. അത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരാണ് സുഹൃത്തെ. അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്ന് പറയാതെ. രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ഒന്നാണെന്നാണ് താങ്കൾ പറയുന്നത്. പറയൂ. അത് സഹോദരന്റെ പേരാണെന്ന് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അല്ല, ഞാനത് പഴകാൻ തയ്യാറല്ല. സഹോദരന്റെ പേരാണ്. മുന്നോട്ട് പോകാം. അങ്ങനെയല്ലല്ലോ റാഷിദ്, അത് വേണ്ട. ഞാൻ ഈ ചർച്ചയിൽ ആരുടെയും സമയത്ത് ഞാൻ അങ്ങനെ ഞാൻ ഇനി ഇടപെടും. ആങ്കർ പറയണം, വളരെ വിശദമായി വെരിഫൈ ആങ്കറിന് സമ്മതമാണെങ്കിൽ ഞാൻ വേണ്ട സന്ദീപ് പൂർത്തീകരിച്ചോളൂ. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതോ ഒരു മതത്തെ കൂട്ടുപിടിച്ചെന്ന് സുഹൃത്തെ ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കൂട്ടുപിടിച്ചത് ഈ രാജ്യത്തിന്റെ ഗതകാല പ്രൗഢിയെ, 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സംസ്കൃതിയാണ് കൂട്ടുപിടിച്ചത്. ലോകത്തിലെ മതങ്ങളുടെ മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയി പ്രകീർത്തിച്ച ആ മതത്തെയാണ് ഞങ്ങൾ കൂട്ടുപിടിച്ചത്. അത് ഈ രാജ്യത്തിന്റെ ജീവാത്മാവാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അതിനൊരു മതവിശ്വാസവുമായി, നിങ്ങൾ ഈ പറയുന്ന മതം എന്ന വാക്കിന് അഭിപ്രായം എന്ന് മാത്രമേ വാക്യാർത്ഥമുള്ളൂ. അതിനും അപ്പുറത്താണ് സംസ്കാരം. ഞങ്ങൾ ആ സംസ്കാരത്തെയാണ് കൂട്ടുപിടിച്ചത്. ഞാൻ അങ്ങനെ ഉണ്ട്. താങ്കൾ അതേ ലോജിക്ക് തിരിച്ചു ചോദിക്കട്ടെ. താങ്കളുടെ നേതാവ് എന്തിനാണ് ഞാൻ ജാനൂധാരി ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിലെ എല്ലാ മതസ്ഥാപനങ്ങളും കയറിയിറങ്ങിയത്? എന്തിനായിരുന്നു? ശിവഭഗവാന്റെ ഭക്തനാണെന്ന് കാണിക്കാൻ ത്രിപുണ്ഡ്രം അടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ എല്ലാ മഠങ്ങളും കയറിയിറങ്ങിയല്ലോ, ആങ്ങളെയും പെങ്ങളും കൂടെ. അത് ഏത് മതത്തെയാ കൂട്ടുപിടിച്ചത്? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇനി ഏത് മതവിശ്വാസത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലോ അല്ലാതെയോ ഒക്കെ ക്ഷേത്രങ്ങളും മന്ദിരങ്ങളും പോകുന്ന പോലെയാണോ പാർലമെന്റിനകത്തൊരു ചടങ്ങ് ഔദ്യോഗികമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഇടപെടേണ്ടത്? ആ വ്യത്യാസം അല്ല, ഞാൻ എനിക്ക് ഈ വ്യത്യാസമൊക്കെ മനസ്സിലാവും സാർ. താങ്കളുടെ ഇടപെടലിൽ ഒരു സപ്പോർട്ടൊന്നും വേണ്ട. അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. താങ്കളവിടെ നിൽക്കൂ. അപ്പൊ അതിന് ഞാൻ പലതവണ മറുപടി പറഞ്ഞു. അത് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ത്യയുടെ സംസ്കാരം എന്നുള്ളത് ഹൈന്ദവ സംസ്കാരമാണ്. അതിനെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പറ്റില്ല. പോകാതെ ഞാൻ പറഞ്ഞു തീർത്തിട്ട് പോയാൽ മതി. അവിടെ നിൽക്കൂ. നിങ്ങൾ കോൺഗ്രസ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓർപ്പിക്കുന്നത് ഇടക്കിടക്ക്. ഞാൻ നിർത്താം. ശരി, ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ISRO നിരവധി റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ ശ്രീ രാഹുൽ. എന്തിനാണ് അതിനു മുൻപ് തേങ്ങ ഉടയ്ക്കുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്തത്? നിങ്ങൾ എന്താ അങ്ങ് നിർത്തലാക്കാഞ്ഞത്? എന്താ ഒരു മതചടങ്ങായിരുന്നല്ലോ, എന്താ അങ്ങ് നിർത്തലാക്കാഞ്ഞത്? ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ ആപ്തവാക്യം എന്താണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? സത്യമേവ ജയതേ എന്നുള്ളത് ഭാരതത്തിന്റെ മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് ഗ്രന്ഥത്തിൽ നിന്നും കടമെടുത്തതാണ്. നിങ്ങൾക്കറിയാമോ? ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം ശംനോ വരുണഹ എന്ന് പറയുന്നത് തൈത്തരിയോ ഉപനിഷത്തിലെ വാക്യമാണ്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന ഉദാത്തമായ ഭരണഘടനയുടെ സംരക്ഷകരായ സുപ്രീം കോടതിയുടെ യഥോധർമ്മസ്തതോജയ മഹാഭാരതത്തിലെ വാക്യമാണ്. അപ്പൊ ഭാരതത്തിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വത്തെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ആണോ?
തൽക്കാലം ഇത്രയും മതി. വരട്ടെ.